റാവൽപിണ്ടി ആക്രമിക്കപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പുലർച്ചെ 2:30 സൈനിക മേധാവി അസിം മുനീർ തന്നെ വെപ്രാളപ്പെട്ട് വിളിച്ചുവെന്ന് ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. അതിനിടെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരുന്ന BSF ജവാൻ കടുത്ത മാനസിക പീഡനമാണ് ഏറ്റുവാങ്ങിയതെന്ന വിവരങ്ങളും പുറത്തുവന്നു. रात में तकरीबन 2:30 बजे सिपा सलार जनरल सैयद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं, एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. മെയ് 10 പുലർച്ചെ 2:30 ഷഹബാസ് ഷെരീഫിന്റെ സെക്യൂർഡ് ലാൻഡ് ലൈനിലേക്കാണ് ഫോൺ കോൾ വന്നത്. ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമുള്ള റാവൽപിണ്ടിയിൽ നൂർ ഖാൻ വ്യോമതാവളത്തിൽ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്ന് അസിം മുനീർ പറഞ്ഞു. ഇന്ത്യ മറ്റു വ്യോമതാവളങ്ങളും ലക്ഷ്യം വെക്കുകയാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സൈനിക മേധാവി വിവരം നൽകി. ഇന്ത്യ പാകിസ്ഥാനിൽ വൻ നാശം വിതച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റി പിന്തുണ നേടാനാണ് പാകിസ്ഥാന്റെ ശ്രമങ്ങൾ. എന്നിരുന്നാലും ഇന്ത്യയുടെ ആക്രമണത്തിൽ വലിയ പ്രഹരമേറ്റു എന്ന് പാക് പ്രധാനമന്ത്രി സമ്മതിക്കുന്നത് അപൂർവമായ കാര്യമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ ഇന്ത്യക്കെതിരെ ചൈനീസ് പോർവിമാനങ്ങൾ ഉപയോഗിച്ചു എന്ന കാര്യവും ഷഹബാസ് ഷെരീഫ് പറയുന്നുണ്ട്. ഇന്നലെ പാകിസ്ഥാനിൽ വിക്ടറി ഡേ ആയിരുന്നു. അതിനുശേഷമാണ് രാത്രി ഇന്ത്യയുടെ പക്കൽ നിന്നും ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യം ഷഹബാസ് ഷെരീഫ് തന്നെ സമ്മതിക്കുന്നത്. 22 ദിവസം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരുന്ന BSF ജവാൻ പൂർണം കുമാർ ഷാ വലിയ മാനസിക പീഡനങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത്. അദ്ദേഹത്തെ മണിക്കൂറുകൾ ഇടവേളകളില്ലാതെ ചോദ്യം ചെയ്തു. ഉറങ്ങാൻ അനുവദിക്കാതെ രാത്രിയും രാവിലെയും വിവരങ്ങൾ തിരക്കി. ഇന്ത്യയുടെ സേനാ വിന്യാസമായിരുന്നു പാകിസ്ഥാന് അറിയേണ്ടിയിരുന്നത്. പലയിടത്തും കണ്ണുകെട്ടി കൊണ്ടുപോയി ISI ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തു. മോചിതനായ ഷായെ പൂർണ്ണ ആരോഗ്യമാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തിയാൽ മാത്രമേ ഇനി കുടുംബത്തോടൊപ്പം വിടൂ. അതിനിടെ മധ്യ വടക്കൻ കശ്മീരിൽ ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് SIAയുടെ ചില റെയ്ഡുകൾ തുടരുകയാണ്. മുംബൈ വിമാനത്താവളത്തിൽ 2 IS ഭീകരരെയും NIA പിടികൂടിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.